ഇവിടെ ഞങ്ങൾക്ക് മാത്രം എല്ലാ ജാക്കറ്റില്ലാത്ത കേട്ടോ. അത് മഴക്കാലത്ത് എന്താ മോനെ പുറത്തോട്ട് ഇവിടുത്തെ ജാക്കറ്റ് വാങ്ങിയാലോ? പക്ഷെ മുതലയില്ല കൊടുത്ത പൈസ. കാസില്ല അമ്മ കൊണ്ട് പോവാം. നിന്റെ കയ്യിലാണേ. ചൂട് കാപ്പി എന്താ മോനെ? നനയല്ലോ നനയല്ലോ. അതിലെ പോയിരുന്നോ? പെറ്റു ഗൈസ്, പെറ്റു. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. നല്ല റഷ്. കൈ കാണുന്നു ഒന്നും കാണുന്നില്ല. നമ്മൾ ഇത്ര പെറ്റായി ഗൈസ്. मम्मी लोग का ഏറ്റവും പോയി ഇങ്ങോട്ട് मैं तो आ गया. ഇതെന്താ ഇത്ര തിരക്കെന്ന് പറഞ്ഞാല്, ഒന്നുകിൽ ഏർലി മോർണിംഗ് 7 ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് വരിക, ടിക്കറ്റ് എടുക്കുക, കയറുക. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ടൂർ ഗ്രൂപ്പ്സ് വരും, നേരത്തെ വരും അവർ. പിന്നെ ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകും. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റിട്ടേൺ പോകും. അപ്പോൾ പിന്നെയും കാര്യമാവും. ഒരു 3 മണി 4 മണി സമയം കൊണ്ട് വരിക. അപ്പോൾ തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഗ്ലൂക്ക് എന്ന് പറഞ്ഞ ആപ്പിൽ കാണാൻ പറ്റും. പക്ഷെ അവിടെ പെർ ഡേ മിനിമം ലോവസ്റ്റ് എമൗണ്ട് 12K ആണ് അവിടെ എമൗണ്ട് വരുന്നത്. ബുക്കിംഗ് റൂം ചാർജ്. റിസോർട്ടാണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഏർലി ആക്സസ് ഉണ്ട്. ഇവിടെ ആരും വരുന്നതിന് മുന്നേ നമുക്ക് ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈവനിങ് 2 ഈവനിങ് तो बढ़िया आ जाएगा. 5 के छोड़ 4 तो बढ़िया आ जाएगा. 4 तो आ रहा है. कई ഉണ്ട് രണ്ടാമത്തെ കൈ यहाँ यहाँ 2 കയ്യിലുള്ളൂ. ഫോട്ടോ ഇത്ര റീൽ ഉണ്ടാക്കുക അവിടെ വന്നിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആട്ടോ അവിടെ വന്നിട്ട്. കുറച്ച് ക്യാഷ് ഉണ്ടെങ്കിൽ ഏളി വരിക, ഞാൻ പറഞ്ഞ പോലെ റിസോർട്ട് ബുക്ക് ചെയ്യുക, അവിടെ വന്ന് കുറച്ച് റീൽസ് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ.
ആ ചേച്ചി ഫോട്ടോ, ഞങ്ങളവിടെ ഒരു ഫോറിൻ ചേച്ചിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. അപ്പോൾ ആ ചേച്ചി കുറേ നേരം വെയിറ്റ് ചെയ്ത് ആൾക്കാർ ക്ലിയർ ആയിക്കട്ടെ അല്ലേ. പോയി നോക്കണോ? ഇനി ഇതിന്റെ മുകളിലേക്ക് പോവല്ല, കേബിൾക്കാർ മുകളിൽ നിന്ന് കഴിയുന്നുണ്ടല്ലോ. തിരിച്ച് റിട്ടേൺ പോകുന്നാന്ന് തോന്നുന്നല്ലേ. ഫ്യൂണിക്കുലാർ 01 ഞാൻ മാറിക്കണോ? ഫോട്ടോ എടുക്കണം അവിടുന്ന്. വാ, നല്ല സ്റ്റാമ്പ് എടുത്തിട്ടാ ഉണ്ടോ? ഇതാണ് നമ്മൾ വന്ന കേബിൾ കാർ. കാണുന്നുണ്ടോ? ആ പോകുന്നു. മഴ പെയ്തു ചെറുതായിട്ട്. പോവാ ഉണ്ടോ? അവിടെ നല്ല തണുപ്പുണ്ട്. കുട വാങ്ങിയിട്ടുണ്ടെങ്കിൽ സെറ്റാവില്ല. നമുക്ക് അവിടുന്ന് എടുത്തു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഞങ്ങൾ താഴത്തേക്ക് പോവാണ്. അത്യാവശ്യം മഴയുണ്ട്, ചാറ്റൽ മഴ, നല്ല തണുപ്പുണ്ട്. എവിടെ തണുത്തിട്ട് ചെയ്യാം, ചൂടാകട്ടെ നമുക്ക്. ഇതാണ് സൺ വേൾഡ്. പഗോഡ തൊട്ട് നേരത്തെ പറഞ്ഞില്ല. മക്കളെ വരികയാണെങ്കിൽ ജാക്കറ്റ് ഇട്ട് വരിക, സെറ്റ് ഷർട്ട് അല്ലെങ്കിൽ മറ്റേ ഇതില്ലേ പോഞ്ചോ ഇല്ലേ, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ റെയിൻകോട്ട് ഇല്ല 100 രൂപ ഉണ്ട്, അതൊക്കെ ഇട്ട് വരും കേട്ടോ. ഇതിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഏത് ക്ലൈമറ്റിൽ വന്നാലും ഇവിടെ ഇതായിരിക്കും, മഞ്ഞുണ്ടാവും. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ചാറ്റൽ മഴ ഉണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്, കംപ്ലീറ്റ് ഫോഗാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. അവിടെ വൈൻ സെല്ലർ ഉണ്ട്, പോയോക്കിയാലോ? കണ്ടിട്ട് വരാമല്ലോ. എന്താ വൈൻ സെല്ലർ? ഓ, ഇവിടെ വൈന് പേ ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ചൊന്ന് ചൂടാവാൻ വിചാരിച്ചു. ഇവിടെ വൈൻ സെല്ലർ ഉണ്ട്, പക്ഷെ ഇതൊക്കെ പെയ്ഡ് ആട്ടോ. നമുക്ക് ആകെ ഫ്രീ ആയിട്ട് 2 ബീർ മാത്രമേ ഉള്ളൂ. ഓ, ടിക്കറ്റ് എടുക്കണം കേട്ടോ. വൈൻ സെല്ലറിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. മഴയാണ് സഹിച്ചൂടാത്ത. ഇവിടെ ഞങ്ങൾ തീരെ പ്രിപ്പയർ ചെയ്യാതെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് യാതൊരുവിധ ഡ്രസ്സുകളും കയ്യിലില്ല. എല്ലായിടത്തും ഫ്രെയിം. എൻ്റെ മോനെ ഈറ്റിങ്ങൾ എല്ലായിടത്തും ഞാൻ ഇങ്ങനെ നിൽക്കാണല്ലോ. ഗ്രൂപ്പായിട്ട് വന്ന ടീം ഒരു മണിക്കൂറൊക്കെ എടുക്കണ്ടേ. ഹലോ, ഇതാണ് നമ്മളെ എന്തായാലും പറയാ ഫോട്ടോസ് എടുക്കാൻ ഇനിയും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു നല്ല രീതിയിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തത്. നമുക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് പോയി ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരാനുള്ള കൺഫ്യൂഷനൊന്നുമില്ല.
ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ ലേ ഔട്ടാണ്. ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുപ്പിലാണ്. നമ്മളെ ഇന്ത്യൻസ് അങ്ങോട്ട് പോയി. നല്ല ഫോട്ടോ ഇതിന്റെ ഫോണിൽ എടുത്തില്ലേ? എവിടുന്ന്? ആരാ ഫോട്ടോ? ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അങ്ങനെ എടുത്ത് അല്ല എന്റെ അല്ല. പില്ലേഴ്സ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലങ്ങളാണ്. എല്ലാവരും ഫോട്ടോ വേറെ സ്പോട്ട്. cái này cũng khá là bị ചാർജ് പോകുന്നു. ഞാൻ അതൊന്ന് റെഡിയാക്കിട്ട് പോയാലോ? ഇങ്ങോട്ട് എടുത്തരണേ. സോറി. നെക്സ്റ്റ് ഏരിയ ആണ്. ഒരു ബുദ്ധനെ കാണുന്നുണ്ട് അവിടെ, മഞ്ഞില് ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട്. ബുദ്ധ കയറി നിൽക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അറിയില്ല, ഒന്നും എഴുതിയില്ലല്ലോ. കയറാൻ പറ്റുന്നു. നല്ല ബീച്ച് കാണുന്ന പോലെയല്ല, മൂവ് ചെയ്യാൻ പറ്റൂല, ഭയങ്കര വെയിറ്റാ. നല്ല ബീച്ച് ഉണ്ട്. ഈ സോട്ടാണുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇതെന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടാവല്ലോ. ഇതിലെ ഇവര് വെള്ളം പമ്പ് ചെയ്യും കേട്ടോ. ഇവിടെ പവർ ലൈനൊക്കെ ഉണ്ട്. ഷോക്കടിക്കുള്ളിൽ വെതർ അടിപൊളി കേട്ടോ. മഴ ഇപ്പം മാറിയിട്ടുള്ളൂ, പക്ഷെ എന്നാലും ആ മിസ്റ്റ് ഇപ്പോഴും ഉണ്ട്. ബാക്ക് ടു ആഷ്ലി. രണ്ട് വാക്ക് പറയും. വളരെ നല്ല ഇതായിരുന്നു ഈ ഇതെന്ന് പറയുന്നത്. എന്താ പറയാ, വളരെ നല്ലൊരു ഇത്. സ്പോൺസർ ചെയ്ത ട്രിപ്പ് കാസലിനും
മണവാളൻ ഇൻസെൻസിനും ഇവിടെ കൊണ്ടുവന്ന വിഷ്ണു ദ്വാരകാനാഥനും ഫയർഫോഴ്സിനും കേരള ഫയർഫോഴ്സിനും എന്ത് നന്ദി എന്നാ പറയാ. ഹൃദയംഗമായ നന്ദി. പോയിക്കോ ആ ഇവിടെ എന്തോ ഉണ്ടല്ലോ, എന്താന്നറിയില്ല. അടി കൂടെ പോയോക്കെ അങ്ങോട്ട്, അടി കൂടെ ഇങ്ങോട്ട് പോയോക്കാം. വാ ഇതിന്റെ ഉള്ളിൽ മേസ് ഉണ്ട് ഇപ്പോ. വാ ഒരുമിച്ച് പോവാ. പിന്നെ ഫുള്ളി ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് തിരിച്ച് ആളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുള്ള് നെയ്സ. വലിയ സംഭവമായിട്ടൊന്നുമില്ല, എന്നാലും ഒരു ഭംഗിയുണ്ട്. പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ സെറ്റാട്ടോ. ഇത്രയും ഈ ഐസൊലേറ്റ് ആയിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ചെയ്ത പരിപാടി. ഇതൊന്ന് പുറത്തു പോകാൻ പറ്റില്ല കേട്ടോ, അതാണ് പ്രശ്നം. കുടുങ്ങി. നമ്മൾ പെറ്റു ഗൈസ്, നമ്മൾ പെറ്റു. ആഷ്ലിനെ കാണില്ല. അനൗൺസ്മെന്റ് നടത്തേണ്ടി വരും. ആഷ്ലി എവിടാ? ആഷ്ലിയേ ഷൂ എവിടാ? ഹലോ എടേ എടേ എവിടെ? അത് ഞാൻ പറഞ്ഞ നേരത്തെ ഒരുമിച്ച് കയറാന്ന്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഫുള്ള് കോംപ്ലിക്കേഷൻ അതിൻ്റെ ഉള്ളിൽ. കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ആരും ഇല്ലാത്തത്? നിഗൂഢത. ഇതൊന്നും വിടും, എന്നെ തണുപ്പിക്കാന്നായിരിക്കും. എല്ലാത്തിനും തണുത്തിട്ട് എവിടാ? വടാ. അതിൻ്റെ മുകളിലാണ് മറ്റേ സ്ഥലം. ഇവിടെ നേരത്തെ നിന്ന് അങ്ങോട്ട് പോകണ്ട. ഗായ്സ് ഇത് എത്തി. ഇനി നെക്സ്റ്റ് സ്ഥലത്ത് ഇത് നമ്മള് ഇതുവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല. എടാ ഇങ്ങോട്ട് വാങ്ങണോ? ഇനി ഉണ്ടല്ലോ ബുദ്ധ എവിടെ? കണ്ടോ? ആ ഇതാണ് നമ്മുടെ മയില്. ദിസ് ഇസ് ഇന്ത്യൻ പീകോക്ക്.